ഹലോ, ദിസ് ഈസ് ഡോക്ടർ ഗോപകുമാർ, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്. ഇന്നത്തെ വിഷയം സ്ട്രെസ്സും ഓവർ ഹീറ്റിങ്ങും തമ്മിൽ ബന്ധമുണ്ടോ എന്നുള്ളതാണ്. അതെ, ബന്ധമുണ്ട്. അതായത് ഒരാൾ അതിശക്തമായ സ്ട്രെസ്സിലാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ആൻസൈറ്റിയിലാണെങ്കിൽ അദ്ദേഹം ഒരു പ്ലഷർ അവിടെ കിട്ടാൻ വേണ്ടിയിട്ട് ആഹാരങ്ങൾ കൂടുതൽ കഴിക്കുന്ന ഒരു പ്രവണത കാണുന്നുണ്ട്. അത് എന്തുകൊണ്ടെന്നാൽ നമുക്ക് ഒരാൾ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ഹൈലി ഒരു കണ്ടീഷനിൽ ഇരിക്കുമ്പോൾ നമുക്ക് കോർട്ടിസോൾ എന്ന് പറയുന്ന ഹാർമോണും ഗ്രലിൻ എന്ന് പറയുന്ന ഹാർമോണും ലെപ്റ്റിൻ എന്ന് പറയുന്ന ഹാർമോണും എല്ലാം ഷൂട്ടപ്പ് ആകും. ഈ ഗ്രലിൻ എന്ന് പറയുന്ന ഹാർമോൺ ഒരു ആഹാരം കൂടുതൽ കഴിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു ഹോർമോണാണ്. ഒരു ഹങ്കർ ഹോർമോൺ എന്നാണ് പറയുന്നത്. മറ്റത് കോർട്ടിസോൾ, അത് നമ്മളെ അഡ്രീനൽ ഗ്ലാൻഡിൽ നിന്നും വരുന്നതാണ്. അപ്പൊ ഇങ്ങനെ ഈ ഹോർമോണിന്റെ വ്യതിയാനങ്ങൾ അല്ലെങ്കിൽ ഏറ്റക്കുറച്ചിലുകൾ അല്ലെങ്കിൽ കൂടുതൽ കുറവുകൾ കാരണം നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് ബ്രെയിനിൽ ചില സിഗ്നൽസ് ചില പ്രോബ്ലംസ് വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ആ വ്യക്തി അവർക്ക് ഒരു പ്ലഷർ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ സംഭവത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എങ്ങനെ വേണമെങ്കിലും ആയിക്കോളാം, അവരെന്ത് ചെയ്യുന്നു, അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് ആ ഫുഡ് ഐറ്റത്തിൽ കൈവയ്ക്കുന്നു. ഇങ്ങനെ എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഓവറായിട്ട് നമ്മളിപ്പോൾ ഒരു സ്റ്റൊമക്ക് ഫില്ലായി എന്നുള്ളൊരു മെസ്സേജ് കിട്ടാതെ വരുന്നു. ഇങ്ങനെ അവരുടെ തോട്ട് വേറൊന്നിലായിരിക്കും, ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും അത് നമുക്ക് ഒരു ബുദ്ധിമുട്ടിലോട്ട് സംഭവിക്കാം. കാരണം വെച്ചാൽ നമുക്ക് അബ്ഡോമിൻ ഏരിയയിലാണ് കൂടുതൽ ഫാറ്റ് ഇത് കാരണം കൂടുതൽ ഡെപ്പോസിറ്റ് ആകുന്നത്. പിന്നെ അത് ടെൻസ് ടു ഡയബറ്റീസ്, അങ്ങനെ ഒരുപാട് പ്രോബ്ലത്തിലോട്ട് പോകും. അപ്പൊ അങ്ങനെ ഒരു കാര്യം ഇവിടെ നോട്ട് ചെയ്യപ്പെട്ടാൽ നമ്മൾ തന്നെ സ്വയം അറിയുകയോ അല്ലെങ്കിൽ മറ്റുള്ളവർ അറിഞ്ഞ് അത് നോട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെ മാനേജ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു സപ്പോർട്ട്, സൈക്കോളജിക്കൽ സപ്പോർട്ട് തീർച്ചയായിട്ടും അവിടെ നേടിയെടുക്കുക എന്നുള്ളതാണ്. അതിന് ടോക്ക് തെറാപ്പി, കൗൺസിലിംഗ്, ഒരുപാട് കാര്യങ്ങളിൽ കൂടെ നമുക്കതിന് റിലാക്സേഷൻ തെറാപ്പി, നമുക്ക് സ്വന്തമായിട്ട് ഓട്ടോ സജഷൻ കൊടുത്ത് അതിനെല്ലാം കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. അതിനെ വിട്ടുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും വേറൊരു സിറ്റുവേഷനിലോട്ട് പോയിട്ട് നമ്മൾ ഒരു ഓവർ വെയിറ്റ് ഗെയിനിങ്ങിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് തീർച്ചയായിട്ടും മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ്. താങ്ക് യു വെരി മച്ച്.